ഹായ് ഫ്രണ്ട്സ്, ഇത് 2022-23 അക്കാദമിക് ഇയറിലെ ആദ്യ സ്കൂൾ ട്രിപ്പാണ്. എങ്ങോട്ടാണെന്നല്ലേ? വയനാട് വൈത്തിരി പാർക്കിലേക്കാണ് എല്ലാവരും കൂടെ പോകുന്നത്. ഹൈസ്കൂൾ ടീമാണ് പോകുന്നത്. കൂടെ ഒരുപാട് ടീച്ചേഴ്സും ഉണ്ട്. അടിപൊളിയായിട്ടാണ് പോകുന്നത്. എല്ലാവരും ഡാൻസും പാട്ടും ലാവിഷായി ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഒരു ഡാൻസിനോ ഒരു പാട്ടിനോ ഒരു കുറവുമില്ലാതെ എല്ലാവരും അടിച്ച് പൊളിച്ച് പോവുകയാണ്. അവിടെ എത്താനുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും. നമുക്കറിയാം നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ അപ്പം നോക്കിക്കഴിഞ്ഞാൽ വയനാട്ടിൽ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ അല്ലേ. നമ്മൾ ഇപ്പോൾ ബസ്സിലൂടെ ആണെങ്കിലും കാറിലൂടെ ആണെങ്കിലും ഒരുപാട് കാഴ്ചകൾ, ഓരോ ഹില്ലിൻ്റെ കാഴ്ചകളും എല്ലാം നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നതാണ്. ബട്ട് ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചുരുക്കം കുട്ടികൾ മാത്രമേ പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാക്കി ടീച്ചേഴ്സായാലും ബാക്കിയുള്ള എല്ലാ കുട്ടികളായാലും എല്ലാവരും തന്നെ ഡാൻസിൽ മുഴുകിയിരിക്കുക എന്ന് തന്നെ പറയാം. പിന്നെ ഡാൻസ് കളിക്കാത്ത ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ ടീച്ചേഴ്സിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഡാൻസ് കളിക്കുന്നവരുടെ വീഡിയോസ് എടുക്കുക. കാരണം എല്ലാ പാരൻസും അവരുടെ കുട്ടികളെ തൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്താക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം ടീച്ചേഴ്സ് എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പാരൻസിലേക്ക് തൻ്റെ കുട്ടി ഹാപ്പിയാണ്, തൻ്റെ കുട്ടി ഇവിടെ. അങ്ങനെ നമ്മൾ ആ ഒരു വൈത്തിരി പാർക്കിൽ എൻട്രി തന്നെ ഡാൻസോട് കൂടിയായിരുന്നു. അവിടെയും നല്ലൊരു പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെയുള്ള എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. ചില്ലാണ്, അടിച്ച് പൊളിക്കാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി മാത്രം അവർ ഓരോ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ ഇപ്പം കുട്ടികൾ കളിക്കുന്നതാണെങ്കിലും അതേപോലെ ഇവിടെ എത്തിയതാണെങ്കിലും എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ഗ്രൂപ്പുകളിൽ പാരൻസിനെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് ഈ ഒരു ട്രിപ്പ് നമ്മൾ എത്തിയതും ആഘോഷിച്ചതും ഒക്കെ തന്നെ. പിന്നെ ഫുഡ് കഴിക്കുന്നത് വരെ എല്ലാ റൈഡ്സിലും കയറി. റൈഡ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു രീതിയിലുള്ള റൈഡ്സ് അല്ല, എല്ലാം നമ്മൾ എന്താ പറയുക, നമ്മൾ ആക്റ്റീവായിട്ട് അതിൽ എന്താ ഒരു ഇറങ്ങി കളിക്കുക എന്ന് പറയില്ല, അതേപോലത്തെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ആയിരുന്നു അതിൽ മിക്കതും. വീഡിയോസും ഫോട്ടോസൊക്കെ പല പല ടീച്ചേഴ്സിൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ അവിടെ വരുന്ന ഒരു ഏറ്റവും ഭയാനകം എന്ന് തന്നെ പറയാം, ഒരു ഊഞ്ഞാല ഉണ്ടായിരുന്നു. ഊഞ്ഞാല എന്ന് പറയുന്നത് നമ്മൾ ആകാശത്തെത്തും അതേപോലെ നമ്മൾ അത്രയ്ക്ക് പേടിക്കും. ആ ഒരു രീതിയിലുള്ള ഒരു ഊഞ്ഞാലയായിരുന്നു അത്. നമ്മുടെ നെഞ്ഞ് എന്താ പറയുക, അത്രയും നെഞ്ഞിടിപ്പ് അത്രയും കൂടുന്നൊരു ഊഞ്ഞാലയായിരുന്നു അത്. പിന്നെ നമുക്ക് വന്നിട്ടുണ്ടായത് ഉച്ചവരെ എല്ലാ റൈഡ്സിലും കയറി ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായത്. മക്കളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. അതേപോലെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും പല കുട്ടികളും വിറക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നല്ലൊരു ബിരിയാണി, അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണി. പിന്നെ ഈ ഒരു വൈത്തിരി പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകത എന്നല്ല, ആ ഒരു ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പുറത്ത് നിന്ന് ആകെ 2-3 പാർട്ടീസേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാത്തിലും കയറാനും അല്ല, നമ്മളിപ്പോൾ വണ്ടർലയിലൊക്കെ പോകുന്ന ടൈമിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നത് കാരണം പല കുട്ടികൾക്കും പല റൈഡ്സിലും കയറാൻ പറ്റില്ല. പിന്നെ ലൈന് നിന്ന് ആ ഒരു ടൈം പോകും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വന്നിട്ടുണ്ടായിട്ടില്ല. എല്ലാവരും എല്ലാ റൈഡ്സിലും കയറി നല്ല രീതിയിൽ എന്താ പറയുക, എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. വൈകുന്നേരം നമ്മൾ വരാൻ നേരത്ത് എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം ഉണ്ടായിരുന്നു. ആ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നൈറ്റാണ്, വൈകുന്നേരം അവിടെ നിന്ന് വിട്ടു. നൈറ്റ് നമ്മളിവിടെ എത്തി. എല്ലാവരെയും തിരിച്ച് എല്ലാ കുട്ടികളുടെ പാരൻസ് നമ്മൾ ഗൂഗിൾ മാപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് ലൊക്കേഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പാരൻസിനും കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റി. ബസ് അവിടെ എത്തുമ്പോഴേക്കും എല്ലാ പാരൻസും കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പോകുമ്പോഴും സെയിം രീതിയിൽ തന്നെ ആ ഒരു എനർജി കളയാതെ, മീൻസ് കളയാതെ അല്ല കുറയാതെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ രാത്രി നല്ല രീതിയിലുള്ളൊരു ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ളൊരു ട്രിപ്പായിരുന്നു എന്നുള്ളതാണ്. ഒരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു അത്.
ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും ഇതൊരു സ്റ്റുഡൻറ് ട്രിപ്പ് ആണെങ്കിൽ കൂടെ അത് ടീച്ചേഴ്സിനും ഒരു ഹരം കൊള്ളിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ്. എന്താ പറയുക, ഈ ഒരു ട്രിപ്പിലൂടെ നമുക്ക് ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അവർ എൻ്റെ ടീച്ചറായി കാണേണ്ടടുത്ത് ടീച്ചറായി കണ്ട് ബഹുമാനം കൊടുക്കുകയും അതേപോലെ ഫ്രണ്ട്സായിട്ട് കളിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ ഒരു സ്കൂൾ കൊണ്ടുപോകുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടതിൽ നിങ്ങൾ ഓരോരുത്തർക്കും താങ്ക്സ് പറയാണ്.